بسم الله الرحمن الرحيم تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, നമ്മൾ ഇത്തരുണത്തിൽ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് കിതാബ് തൗഹീദിൽ നിന്ന് ഒരധ്യായമാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ബാബു ഖൗലിഹി തആല ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ എന്ന അല്ലാഹുവിൻ്റെ വചനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ആ അധ്യായമാണ്, അതിലുള്ള വിഷയങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പ്രസ്തുത അധ്യായത്തിൽ അല്ലാഹുവിനോട് അവൻ്റെ പടപ്പുകളെ സമപ്പെടുത്തി തുല്യപ്പെടുത്തി ആളുകളിൽ നിന്ന് വന്നു പോകുന്ന ചില പദപ്രയോഗങ്ങൾ, ഷിർക്കിയായ പദപ്രയോഗങ്ങൾ, അതാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹുവിനോട് സമന്മാരെ ചേർക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കൽ ഷിർക്കാണ്. വിശ്വാസത്തിൽ, ആരാധനയിൽ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കൽ വലിയ ഷിർക്കാണ്. എന്നാൽ ആളുകളുടെ നാവിൻ തുമ്പിൽ വന്നു പോകുന്ന ചില പ്രയോഗങ്ങളുണ്ട്.
ശീലങ്ങൾ മനുഷ്യന്മാരെ അത്തരം പ്രയോഗങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ആളുകളിൽ നിന്ന് അത്തരം പദപ്രയോഗങ്ങൾ വന്നു പോകും. ചില ശീലങ്ങൾ ചിലർക്ക് വർജിക്കുക എന്നുള്ളത് ശ്രമകരാണ്, പ്രയാസകരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം പ്രയോഗങ്ങൾ കാരണത്താൽ ഷിർക്ക് അവരിലേക്ക് ഇരുളിൻ്റെ മറവിൽ കരിമ്പാറക്കെട്ടിന് മീതെ കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ഗോപ്യമായി അവരറിയാതെ, കാണാതെ, കേൾക്കാതെ അവരിലേക്ക് എത്തുമെന്നുള്ളതാണ്. അങ്ങനെ ആളുകളിലേക്ക് ഷിർക്കിനെ അവരറിയാതെ എത്തിക്കുന്ന ചില പദപ്രയോഗങ്ങൾ, അതാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ നൽകുന്നത്. വലിയ ഷിർക്കിൻ്റെ, അഷിർക്കുൽ അക്ബറിൻ്റെ ഉദാഹരണങ്ങൾ ഈ അധ്യായത്തിൽ ഉദാഹരണങ്ങളായി, പൂർവികരുടെ അസറുകളായി അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. ഫലാ തജ്അലൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നിശ്ചയിക്കരുത് അന്താദൻ, സമന്മാരെ. നിദ് എന്ന് പറഞ്ഞാൽ തുല്യൻ, സമൻ. അന്താദ് എന്നുള്ളത് അതിൻ്റെ ബഹുവചനാണ്. സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ആയത്ത് വലിയ ഷിർക്കിനെയും ചെറിയ ഷിർക്കിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുമ്പോൾ ആരാധനയിൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിനോടുള്ള പ്രവൃത്തികൾ, ആരാധനകൾ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലൊക്കെ അള്ളാഹുവിന് തുല്യനെ നിശ്ചയിക്കുക എന്നുള്ളത് വലിയ ഷിർക്കാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ എന്നുള്ള ആയത്ത് അത്തരം വലിയ ഷിർക്കിനെ കൈകാര്യം ചെയ്യുന്നു. അള്ളാഹുവിന് സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കരുത്. അവിടെ അൻദാദൻ എന്നുള്ളത് നക്കിറയാണ്. ഫലാ തജ്അലൂ, ല എന്നുള്ള നഹീൻ്റെ സീഗയിലാണ് അൻദാദൻ എന്നുള്ള നക്കിറ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സമന്മാരെയും, ഒരു സമന്മാരെയും സ്വീകരിക്കരുത് എന്ന മാനയാണ്, അർത്ഥമാണ് ഈ ആയത്ത് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഷിർക്കിനെയും വലിയ ഷിർക്കിനെയും ചില പണ്ഡിതന്മാർ പറയാറുള്ള ഗോപ്യമായ ഷിർക്കുൽ ഖഫി എല്ലാത്തിനെയും ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നു. ഒരു രീതിയിലുള്ള ഷിർക്കും അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചു കൊണ്ടുള്ള ഷിർക്ക് അത് വരരുത്, ഉണ്ടാകരുത് എന്നുള്ളതാണ് ആയത്തിൻ്റെ വിരോധം. അഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ പൂർവസൂരികളായ മഹത്തുക്കളുടെ ചില അസറുകളാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ആ അസറുകൾ, അവ തേടുന്നത്, അർത്ഥമാക്കുന്നത്, അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, സൂറത്തുൽ ബഖറയിൽ 22-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് തുല്യന്മാരെ, സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്തിൻ്റെ ഭാഗം അധ്യായത്തിന് പേര് നൽകി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഖാല ഇബ്നു അബ്ബാസ് ഫിൽ ആയ അൽ അൻദാദു ഹുവ ശിർക്ക് അഖ്ഫ മിൻ ദബീബിൻ നംലി
അലാ സഫാത്തിൻ സൗദാ ഫി ദുൽമത്തിൽ ലൈൽ വഹുവ അൻ തഖൂൽ വല്ലാഹ് വഹയാതിക് യാ ഫുലാൻ വഹയാതി വതഖൂൽ ലൗലൽ കുലൈബത്തു ഹാദാ ലഅതാന ലുസൂസ് വലൗലൽ ബത്തു ഫിദ്ദാരി ലഅതൽ ലുസൂസ് വഖൗലുർ റജുൽ ലിസ്വാഹിബിഹി മാ ഷാ അല്ലാഹു വശിഅത് വഖൗലുർ റജുൽ ലൗലല്ലാഹു വഫുലാനുൻ ലാ തജഅൽ ഫിഹാ ഫുലാനൻ ഹാദാ കുല്ലുഹു ബിഹി ശിർക്ക് റവാഹു ഇബ്നു അബി ഹാത്തിം. ആദ്യമായി കൊടുക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറാണ്. വഖാല ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഫിൽ ആയ, ഈ ആയത്തിൻ്റെ വിഷയത്തിൽ, ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ ഈ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ എന്ന ആയത്തിൻ്റെ തഫ്സീറാണ് സഹാബിയിൽ നിന്ന് ഈ ഉദ്ധരിക്കപ്പെടുന്നത്. സഹാബിയുടെ തഫ്സീർ പരിഗണനീയാണ്. മാത്രമല്ല സഹാബിയുടെ തഫ്സീർ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസിൻ്റെ ഹുക്കുമുണ്ട്, ഹുക്കുമുർ റഫ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ വിധി അതിനുണ്ടാകും. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇസ്രായേലിയാത്ത് സ്വീകരിക്കുന്ന അതിൽ പ്രസിദ്ധനായ സഹാബികളൊഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ തഫ്സീറുകൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഫ്സീറിൻ്റെ ഹുക്കുമുണ്ട്, വിധിയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ അർത്ഥത്തിൽ പറയുന്നത് അൽ അൻദാദു ഹുവ ശിർക്ക്, അൻദാദ് അത് ഷിർക്കാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് തുല്യനെ നിശ്ചയിക്കലാണ്, സമനെ നിശ്ചയിക്കലാണ്. അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഷിർക്കാണ്. അത് വിശ്വാസത്തിൽ, ഇബാദത്തിൽ അത് വലിയ ഷിർക്കാണ്. അതേപോലെ തന്നെ സമന്മാരെ നിശ്ചയിച്ച് കൊണ്ടുള്ള ചില പദപ്രയോഗങ്ങൾ ഷിർക്കിയായിട്ടുള്ളതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർത്തി പറയുന്നത്. അൽ അൻദാദു ഹുവ ഷിർക്ക്, സമന്മാരെ നിശ്ചയിക്കൽ, സമന്മാർ അത് ഷിർക്കാകുന്നു. അഖ്ഫ മിൻ ദബീബിൻ നംലി, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ഷിർക്കുള്ളത്. അല സഫാത്തിൻ സൗദ, കറുത്ത് മിനുത്ത് കാണപ്പെടുന്ന കല്ലിലൂടെ, പാറക്കെട്ടിലൂടെ. അപ്പം കറുത്ത മിനുത്ത പാറയിൽ, കല്ലിൽ ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമാകുന്നു ഷിർക്ക്. എപ്പോൾ? ഫി ദുൽമത്തിൽ ലൈൽ, രാവിൻ്റെ അന്ധകാരത്തിൽ, ഇരുട്ടിൻ്റെ, രാത്രിയുടെ അന്ധകാരത്തിൽ. മിനുത്ത കറുത്ത പാറയിലൂടെ ഒരു ഉറുമ്പരിക്കുമ്പോൾ അതെത്ര ഗോപ്യമായി, കേൾക്കാൻ കഴിയാത്ത വിധം, കാണാൻ കഴിയാത്ത വിധം ആ ഉറുമ്പരിക്കുമ്പോൾ അതിനേക്കാൾ ഗോപ്യമായിട്ട് ഷിർക്ക് വരും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നിട്ട് ഈ ഷിർക്കുൻ ഖഫി, ഗോപ്യമായ ഷിർക്ക്, ഇതിന് ഷിർക്കുൻ ഖഫി എന്ന് പറയാൻ കാരണം ഈ ഉദാഹരണങ്ങളിൽ, പിന്നെ താഴെ വരുന്ന ഉദാഹരണങ്ങൾക്കാണ് ഷിർക്കുൻ ഖഫി എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്മാർക്ക് ശീലങ്ങൾ, അതിൻ്റെ അടിമകളാണ് മനുഷ്യരെങ്കിൽ ഇത്തരം ഷിർക്കൻ പ്രയോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, തടിയൂരാൻ കഴിയില്ല. അത് നാവും തുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഷിർക്കുൻ ഖഫി എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഹുവ അൻ തഖൂൽ, ഈ ഷിർക്ക് നീ ഇങ്ങനെ പറയലാണ്, വഹയാതിക് യാ ഫുലാൻ, വല്ലാഹ്, അള്ളാഹുവാണ് സത്യം, വഹയാതിക് യാ ഫുലാൻ, നിൻ്റെ ജീവിതമാണ് സത്യം. ഒരു വ്യക്തിനെ വിളിച്ചിട്ട്, നിർണിതമായ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ ഹയാത്താണ് സത്യം, അള്ളാഹുവാണ് സത്യം. വഹയാത്തി, അതേപോലെ എൻ്റെ ജീവിതമാണ് സത്യം. അപ്പോൾ എൻ്റെ ജീവിതമാണ്, ജീവനാണ്, നിൻ്റെ ജീവനാണ് സത്യം.
ഇങ്ങനെ പറയലാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇവിടെ ഈ ഒന്നാമത്തെ ഉദാഹരണം, അതേപോലെ ഇനി രണ്ടാമത്തെ ഉദാഹരണം വതഖൂൽ, നീ ഇങ്ങനെ പറയലുമാണ്. അപ്പോൾ ഷിർക്കിൻ്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ഷിർക്കൻ പ്രയോഗത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ലൗലൽ കുലൈബത്തു ഹാദാ ല അതാനൽ ലുസൂസ്, ഈ നായ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളന്മാർ നമ്മളുടെ അടുക്കൽ വരുമായിരുന്നു. അത് ഷിർക്കിന് പ്രയോഗമാണ്. എങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. വലൗല അൽ ബത്തു ഫിദ്ദാർ, വീട്ടിൽ താറാവ് ഇല്ലായിരുന്നുവെങ്കിൽ ല അതൽ ലുസൂസ്, കള്ളന്മാർ വന്നേനെ. അതേപോലെ വഖൗലു റജുലി സാഹിബി, ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരനോട് പറയാണ് മാഷാ അല്ലാഹു വശിത്, താങ്കളും അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത്. അതേപോലെ വഖൗലു റജുൽ, ഒരു വ്യക്തി പറയാണ് ലൗലല്ലാ വ ഫുലാൻ, അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നുവെങ്കിൽ. ഇബ്നു അബ്ബാസ് പറയാണ് ലാ തജഅൽ ഫിഹാ ഫുലാനൻ, ഇത്തരം പ്രയോഗങ്ങൾ നീ ഫുലാനനെ ഇന്ന വ്യക്തിയെ നീ പറയുക ചെയ്യരുത്. ലൗലല്ലാഹ് മാത്രം പറഞ്ഞാൽ മതി, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. അതിൽ ആ പ്രയോഗത്തിൽ നീ കെലിമത്തിൽ നീ ഫുലാനെ കൊണ്ടുവരല്ലേ. ലൗലല്ലാ വ ഫുലാനൻ, ഫുലാനൻ എന്ന് പറയണ്ട, ലൗലല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ചിലർ പറയും ലൗലല്ലാ സുമ്മ ഫുലാനൻ, ലൗലല്ലാ സുമ്മ ഫുലാൻ എന്ന് പറയും. അത് സുമ്മ പ്രയോഗിച്ചിട്ടുള്ളത് അനുവദനീയമാണെങ്കിലും അവിടെ ഫുലാൻ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഫുലാൻ എന്നുള്ളത് പറയാതെ ലൗലല്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് ഒന്നുകൂടി വിശദീകരിച്ചിട്ട് വരാം. ഹാദാ കുല്ലുഹു ബിഹി ഷിർക്ക്, ഹാദാ കുല്ലുഹു, ഈ പ്രയോഗങ്ങളെല്ലാം ബിഹി അള്ളാഹുവിൽ ഷിർക്കുൻ, ഷിർക്കാകുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ ഹുക്മ് പറയാണ്. അപ്പോൾ നമുക്കിനി അതിൽ ഓരോ പ്രയോഗങ്ങളും ഇവിടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ആദ്യത്തേത്, സമന്മാരെ ഉണ്ടാക്കൽ ഷിർക്കാണ്. അത് ഇരുളിൽ മിനുത്ത കരിമ്പാറയിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ട് മനുഷ്യന്മാരിലേക്ക് വരും. മനുഷ്യന് അറിയാത്ത നിലക്കും മനുഷ്യന് തടിയൂരാൻ കഴിയാത്ത നിലക്കും ഈ ഷിർക്ക് വരും എന്നാണ് പറയുന്നത്. കാരണം എന്താ, പ്രയോഗങ്ങൾ അതിൽ അടിമപ്പെട്ട, ശീലങ്ങൾക്ക് അടിപ്പെട്ട മനുഷ്യന്മാരുടെ നാവും തുമ്പെന്ന് വരും എന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതുമാണ്. എന്നിട്ട് ഉദാഹരണം എന്താ, വൻ തഖൂൽ വല്ലാഹ് വ ഹയാതിക യാ ഫുലാൻ വ ഹയാതി, ഒരാളോട് പറയാണ് നിൻ്റെ ജീവനാണ് സത്യം, എൻ്റെ ജീവനാണ് സത്യം. നമുക്കറിയാം സത്യം ചെയ്യുന്നത് എന്തിനാ? സത്യം ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പിക്കാനാണ്. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു ഒന്നിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കലാണ് സത്യം. ജാഹിലിയ്യത്തിൽ ആദരിക്കപ്പെടുന്നവരെ അനുസ്മരിച്ചിട്ട് കാര്യങ്ങൾ ഉറപ്പിക്കും, സത്യം ചെയ്യും. വാപ്പയാണ് സത്യം എന്ന് പറയും. വാപ്പ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തിയെ അനുസ്മരിച്ച് സത്യം ചെയ്യും. അതേപോലെ കഅബയാണ് സത്യം, അമാനത്താണ് സത്യം, ഇങ്ങനെയൊക്കെ പറയും. ഒരു കാര്യം ഉറപ്പിക്കുവാൻ അള്ളാഹുവാണ് ഏറ്റവും ആദരണീയൻ, അത്യാദരണീയൻ. അള്ളാഹുവിനെ പിടിച്ച് അനുസ്മരിച്ച് സത്യം ചെയ്ത് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമായിട്ടുള്ള ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തൊരു മഖ്ലൂക്കിനെ, ആ മഖ്ലൂക്കിനെ കൊണ്ട് സത്യം ചെയ്യപ്പെടാൻ മാത്രം അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് തുല്യനാക്കല. അങ്ങനെ ഒരു മഖ്ലൂക്കിനെയും ഒരു പടപ്പിനെയും സത്യം ചെയ്യപ്പെടുവാൻ മാത്രം
ആദരിച്ചുയർത്താൻ പാടുള്ളതല്ല. അങ്ങനെ ഉയർത്തിയാൽ അത് അള്ളാഹുവിൻ്റെ ലെവലിലേക്ക് ഉയർത്തലായി. അതുകൊണ്ടാണ് വഹയാതിക്യ ഫുലാൻ, നിൻ്റെ ജീവനാണ് സത്യം എന്ന് പറയുന്നത് ഷിർക്കിൻ്റെ ലഫ്ളാണ്. വഹയാത്തി, എൻ്റെ ജീവനാണ് സത്യം എന്ന് പറയൽ അത് ഷിർക്കാണ്. കാരണം എന്താ? അത് അള്ളാഹുവിന് സമനെ സൃഷ്ടിക്കലാണ്, സമന ഉണ്ടാക്കലാണ്. ഫലാ തജാലു ലില്ലാഹി അൻദാദ. എന്നാൽ ശീലങ്ങൾ മനുഷ്യന്മാരെന്ത് ചെയ്യും? ഇതിങ്ങനെ നാവുന്തുമ്പിൽ കൊണ്ടുവരും. മനുഷ്യന്മാരിൽ നിന്ന് വന്നു പോകും. പല മനുഷ്യന്മാർക്കും അതിൽ നിന്ന് തടി സലാമത്താക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് ഷിർക്കുൻ ഖഫി എന്ന് ഉദാഹരണം പേര് പറയപ്പെട്ടത്. രണ്ടാമത്തെ ഉദാഹരണം ലൗല കുലൈബത്തു ഹാദ ല അതാനൽ ലുസൂസ്. ചില ആളുകൾ പറയും, ഇതിൻ്റെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇബ്നു അബ്ബാസിൻ്റെ ഈ അസറിനെ വിശദീകരിക്കുമ്പോൾ അതൊന്നുകൂടി ആവർത്തിക്കണം, ആ വിഷയം നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ലൗല കുലൈബത്തു ഹാദ, ഈ നായ ഇല്ലായിരുന്നുവെങ്കിൽ ല അതാനൽ ലുസൂസ്, കള്ളന്മാർ നമ്മളുടെ അടുക്കൽ വരുമായിരുന്നു. ലൗലൽ ബത്തു ഫിദ്ദാർ, വീട്ടിൽ താറാവില്ലായിരുന്നുവെങ്കിൽ ല അത്തൽ ലുസൂസ്, കള്ളൻ വരുമായിരുന്നു. അപ്പം നായ വീട്ടിലുള്ളതുകൊണ്ട് നായ കുരച്ചിട്ടാണ് കള്ളൻ വരാതിരുന്നത്. താറാവ് വീട്ടിൽ ഉണ്ടായി, അതുകൊണ്ട് താറാവ് ആൾപെരുമാറ്റം കേട്ടപ്പോൾ കരഞ്ഞു, ഒച്ച വച്ചു, അതുകൊണ്ട് കള്ളന്മാർ വന്നില്ല. അപ്പോൾ ഈ താറാവില്ലായിരുന്നുവെങ്കിൽ, നായ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളന്മാർ വരുമായിരുന്നു. ഈ പ്രയോഗം ഇതെപ്പോഴാണ് ഷിർക്കിൻ്റെ പ്രയോഗമാകുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇഖ്ബാറിൻ്റെയും ഖബറിൻ്റെയും ഇൻഷായിൻ്റെയും വിഷയം സംസാരിച്ചത്. അതായത് ഒരു പ്രശംസയായിട്ട് നായയെ പ്രശംസിക്കുക, ബത്തയെ പ്രശംസിക്കുക. യഥാർത്ഥത്തിൽ കള്ളനെ തടഞ്ഞത്, നമ്മളെ രക്ഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അള്ളാഹുവിനെ പ്രശംസിക്കാതെ, അവൻ്റെ അനുഗ്രഹം പറയാതെ പ്രശംസ നായക്ക് കൊടുക്കുക, താറാവിന് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മഖ്ലൂക്കിന് കൊടുക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അനുഗ്രഹം ലഭിച്ചതിൽ അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്, തുല്യനാക്കലാണ് അതിലുണ്ടാകുന്നത്. അത് ശിർക്കാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു പ്രസ്താവനയുടെ വകുപ്പിൽ ഇങ്ങനത്തെ വർത്തമാനം ആകാവുന്നതാണ്. എങ്ങനെ പ്രസ്താവന? പ്രശംസ അല്ലാതെ കള്ളൻ വന്നില്ല, രക്ഷപ്പെട്ട്. കള്ളൻ വരാത്തതിൽ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും നായനല്ല, കള്ളൻ വരാത്ത അള്ളാൻ്റെ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നായ വീട്ടിലുണ്ടായിരുന്നു, കേവല പ്രസ്താവന മാത്രം. താറാവ് വീട്ടിലുണ്ടായിരുന്നു, കേവലം പ്രസ്താവന മാത്രം. അങ്ങനെയാണെങ്കിൽ അതിൽ ശിർക്കില്ല. അപ്പോൾ ലൗല വെച്ചുള്ള ഇത്തരം പ്രയോഗങ്ങളിൽ ശിർക്ക് ആവൽ എപ്പോഴാണ്? അത് പ്രശംസയുടെ വകുപ്പിൽ പറയുമ്പോഴാണ്. ലൗലൽ ഖൽബു, അല്ലെങ്കിൽ കുലൈബത്തു, അല്ലെങ്കിൽ ബത്തു എന്നുള്ളതൊക്കെ അതിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറയുമ്പോൾ അനുഗ്രഹം അള്ളാഹുവിൽ നിന്നുള്ളത്, അതിനുള്ള പ്രശംസ അള്ളാഹു അല്ലാത്തവർ അള്ളാഹുവിലേക്ക് കൊടുക്കേണ്ടതാണ്. അത് മറ്റുള്ളവരിലേക്ക് വകവെക്കുകയാണ്. അത് ഷിർക്കാണ്, പാടുള്ളതല്ല. അതേസമയം ഒരു പ്രസ്താവന എന്ന നിലക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലൗല അന ലഖാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അബൂ താലിബിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗല അന, ഞാനില്ലായിരുന്നുവെങ്കിൽ ലഖാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിത്തട്ടിലാകുമായിരുന്നു അബൂ താലിബ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിൻ്റെയോ സനായിൻ്റെയോ വകുപ്പിൽ റസൂലുള്ള പറയല്ല, പ്രശംസിച്ചോ പുകഴ്ത്തിയോ പറയല്ല. പിന്നെയോ അത് റസൂലുള്ള ഒരു പ്രസ്താവന പറയാണ്, ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബിൻ്റെ അവസ്ഥ
അങ്ങനെയാകുമായിരുന്നു. കേവല പ്രസ്താവന മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ അത് ഷിർക്കിൻ്റെ ലഫ്ളല്ല. അതേസമയം മദ്ഹ് ആകുമ്പോൾ, സന ആകുമ്പോൾ, പ്രശംസയും വാഴ്ത്തലുമാകുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ അതിൽ ഷിർക്ക് വരും എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയതായ ഭാഗമാണ്. ഇനി വഖൗലുർ റജുലി സാഹിബി, ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരനോട് പറയാണ്, മാഷാ അല്ലാഹു വശിത്, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശത്തിൽ, മശീഅത്തിൽ, അള്ളാഹുവിൻ്റെ മശീഅത്തിനോട് വ്യക്തിയുടെ സൃഷ്ടിയുടെ മശീഅത്തിനെ ഒപ്പമായിട്ട് പറയാണ്. വാവാണ് പ്രയോഗിച്ചത്. വാ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹർഫുൽ അത്ഫാണ്. മഅതൂഫിൻ്റെയും മഅതൂഫ് അലൈഹിയുടെയും ഇടയിൽ തസാവി, തുല്യത വരുത്തും ഈ പ്രയോഗം. അപ്പോൾ അള്ളാഹുവേയും താങ്കളെയും ഒരുപോലെയാക്കലാണ് മശീഅത്തിൻ്റെ വിഷയത്തിൽ, ഉദ്ദേശത്തിൻ്റെ വിഷയത്തിൽ ഈ പ്രയോഗത്തിൽ നടക്കുന്നത്. അത് ഷിർക്കാണ്, ലഫ്ദിലുള്ള ഷിർക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പറയുമ്പോൾ എന്തായി? ഷിർക്കന് പ്രയോഗമായി. അതേസമയം മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത്, സുമ്മ പ്രയോഗിച്ചാൽ വാവ് തസാവിയാണ്, സുമ്മ തറാഖിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റുതുബത്തിന് തുല്യമാകും, സ്ഥാനത്തിന് തുല്യമാകും വാ പ്രയോഗിച്ചാൽ. എന്നാൽ സുമ്മ പ്രയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ റുതുബത്ത് അത് സമ്പൂർണ്ണമായി മേലെയാണ്. സുമ്മ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പടപ്പിൻ്റെ ഉദ്ദേശം അത് താഴെയാണ്. അപ്പോൾ തുല്യത വരണില്ല. അതുകൊണ്ടാണ് മാഷാ അല്ലാഹു വശിഅ്ത എന്ന് പ്രയോഗിക്കാൻ പാടുള്ളതല്ല, മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത് ആകാം എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈ ഇരുളിൻ്റെ മറവിൽ മിനുത്ത കറുത്ത പാറയിലൂടെ ഉറുമ്പ് വരുന്നതിനേക്കാൾ ഗോപ്യമായി ഷിർക്ക് വരും. അങ്ങനെയുള്ള പ്രയോഗങ്ങളുടെ ഒരു പ്രയോഗമാണിത് മാഷാ അല്ലാഹു വശിഅ്ത് എന്നുള്ളതായ പ്രയോഗം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഫലാ തജഅലു ലില്ലാഹി അൻദാദ, അള്ളാഹുവിന് നിങ്ങൾ അൻദാദിനെ സ്വീകരിക്കരുത് എന്നതിൻ്റെ ആയത്തിൻ്റെ തഫ്സീറിൽ അതിൻ്റെ ആശയമായിട്ട്, പിന്നെ ഇവിടെ അതിൻ്റെ ഉദാഹരണമായിട്ട് ഇതിൻ്റെ ആശയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണർത്തുകയാണ്. അതേപോലെ വഖൗലുർ റജുൽ, ഇനി മറ്റൊരു ഉദാഹരണം, ലൗലല്ലാഹ് വ ഫുലാനുൻ, ലൗലല്ലാ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ, വ ഫുലാനുൻ ഇന്ന വ്യക്തിയും. ആദ്യത്തെ ഉദാഹരണം ഉണ്ടല്ലോ, ലൗലൽ കുലൈബത്തു ലൗലൽ ബത്തു, അവിടെ അള്ളാഹ് എന്നുള്ളതില്ല. പിന്നെയോ നായ ഇല്ലായിരുന്നുവെങ്കിൽ, ബത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഇവിടെ ലൗലല്ലാഹു വ ഫുലാനുൻ, അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ്. ഇത് ഷിർക്കിൻ്റെ ലഫ്ളാണ്. എന്തുകൊണ്ട്? ലൗലല്ലാ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ വ ഫുലാനുൻ ഇന്ന വ്യക്തിയും നാം എന്തായി വാവ പ്രയോഗിച്ചത്. മഅതൂഫിൻ്റെയും മഅതൂഫ് അലൈഹിയുടെയും ഇടയിൽ തസാവി, തുല്യതയാണ് ഈ വാവ് നിർവഹിക്കുന്ന ധർമ്മം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റുതുബയിലേക്ക് ഇന്ന വ്യക്തി ആ മഖ്ലൂക്കിൻ്റെ റുതുബയെ ഉയർത്തുക ചെയ്യുന്നത്, അത് ഷിർക്കാണ്. അപ്പോൾ ലൗലല്ലാഹു വ ഫുലാനുൻ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കൻ പ്രയോഗമാണ്. ഇതിൻ്റെ ഹുക്കും എന്താ? ലൗലല്ലാഹു വ ഫുലാനുൻ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ചെറിയ ഷിർക്കിന് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ പറയും. എന്നാൽ ആദ്യത്തേതിൽ ലൗലൽ കുലൈബത്തു, നായ ഇല്ലായിരുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ലൗല അൽ ബത്ത, ബത്ത ഇല്ലായിരുന്നുവെങ്കിൽ, അവിടെ എപ്പോഴാണ് ഷിർക്ക് വരിക? ഷിർക്ക് വരൽ ഇവിടുത്തെ മാതിരിയല്ല. ഇവിടെ തസാവി ഉള്ളതുകൊണ്ട്, തുല്യത കൽപ്പിച്ചതുകൊണ്ട് ഷിർക്കാണ് ആലത്തൂൽ പ്രയോഗം. എന്നാൽ ആദ്യത്തേതിൽ നമ്മൾ പറഞ്ഞു അത് ഖബറിൻ്റെ പ്രസ്താവനയുടെ നിലക്കാണിയെങ്കിൽ അത് അനുവദനീയാണ്, അതിൽ ഷിർക്കില്ല. നായ ഉണ്ടായിരുന്നു, അതൊരു പ്രസ്താവന മാത്രമാണ് എങ്കിൽ ഷിർക്കില്ല. അതേസമയം അതൊരു പ്രശംസയും മധുഹുമാണ്. നായയെ കള്ളന്മാർ വരാത്തതിൽ പ്രശംസിച്ച്
പറയുകയാണ് എങ്കിൽ അത് ഷിർക്കാണ്. കാരണം നിഅമത്തിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുക എന്നുള്ള ഒരു വിപത്ത് അത്തരം പ്രയോഗങ്ങളിലുണ്ട്. അതൊരു പ്രശംസയായി മദ്ഹും സനാഉമായിട്ട് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ആ ഭാഗം വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ലൗലല്ലാഹു വ ഫുലാനുൻ, അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞു അത് വാ പ്രയോഗിച്ചത് കാരണത്താൽ മഅതൂഫിൻ്റെയും മഅതൂഫ് അലയുടെ ഇടയിൽ തസാവി തുല്യത പറയാണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലാ തജഅൽ ഫിഹാ ഫുലാനൻ, അതിൽ നീ ഫുലാനെ നിശ്ചയിക്കരുത്, പറയരുത്. അതായത് ലൗലല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അവിടെ ഫുലാനൻ എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക തന്നെ ചെയ്യരുത്. അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ അത് മതി. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. അപ്പോൾ ലൗലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ വ ഫുലാൻ എന്ന് പറയാൻ നിൽക്കണ്ട, സുമ്മ ഫുലാൻ എന്ന് പറയാൻ നിൽക്കണ്ട. ലൗലല്ലാ, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത് നടക്കുമായിരുന്നില്ല, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത് നടക്കുമായിരുന്നു, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത് സംഭവിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. ലൗലല്ലാ ലഖാനഖദ, ഈ രീതിയിൽ പറഞ്ഞാൽ മതി. അതിൽ ഫുലാനെ കൊണ്ടുവരന്നെ വേണ്ട എന്നാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അവിടെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലൗലല്ലാ സുമ്മ ഫുലാനുൻ എന്നാകുമ്പോൾ അതിൽ ശിർക്കില്ല, അത് കൊണ്ടുവരണ്ടെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇവിടെ ഫുലാനെന്ന് തന്നെ കൊണ്ടുവരണ്ട. പക്ഷേ ഷിർക്ക് വരലെപ്പോഴാണ്? ലൗലല്ലാ വ ഫുലാൻ, വാവ് പ്രയോഗിച്ചുള്ള പ്രയോഗത്തിലാണ്. എന്നാൽ സുമ്മ വന്നാൽ എന്തായി? അള്ളാഹിൻ്റെ റുത്തുബത്ത് അതിൻ്റെ താഴെയാണ് മഖ്ലൂക്കിൻ്റെ റുത്തുബത്ത്. അവിടെ എന്തില്ല? തുല്യത വരുന്നില്ല. സുമ്മ തറാഖി, അതാണ് അതിൻ്റെ ധർമ്മം. അത് ഷിർക്കിൻ്റെ പ്രയോഗമല്ല, ആ പ്രയോഗം ഒഴിവാക്കലാണ് നല്ലത്, വേണ്ടത്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹാദാ കുല്ലുഹു ബിഹി ഷിർക്ക്, ഈ ഉപരിസൂചിത വചനങ്ങളെല്ലാം അള്ളാഹുവിൽ ഷിർക്കാകുന്നു. അതെങ്ങനെയാണ് ഷിർക്കാണത്? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്, പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നതനുസരിച്ച്. ഏതായാലും ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. മനുഷ്യന്മാർ ശീലങ്ങൾ കടിപ്പെട്ട് അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് അവരറിയാതെ ഗൗനിക്കാതെ വന്നു പോകുന്ന പ്രയോഗങ്ങളിൽ ഷിർക്ക് വരുന്നതിനെക്കുറിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ അള്ളാഹുവിനുള്ള പച്ചയായ ഇബാദത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ ചേർത്താൽ, സമന്മാരെ നിശ്ചയിച്ചാൽ, അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുവാൻ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുവാൻ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആനത്ത് നടത്തുവാൻ, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ്, അള്ളാഹു അല്ലാത്തവർക്ക് റുക്കൂഅ്, ഇങ്ങനെ ഇബാദത്തിൽ വരെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം എത്ര മാത്രമാണ് എന്ന് ഇത്തരം അസറുകളെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈ അസർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ എന്ന ആയത്തിൻ്റെ അർത്ഥത്തിൽ വന്നതായ ഈ അസർ ഇബ്നു അബി ഹാത്തിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ അസർ ഹസൻ എന്ന ദർജയിൽ ഉള്ള അസറാണ് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിധി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അസർ ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് വഅൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക റവാഹു അത്ത്-തിർമിദി വഹസ്സനഹു വസഹഹഹു അൽ ഹാക്കിമു. എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിവേദനം എന്നുള്ളത് തെറ്റാണ്. ശരി അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിവേദനം എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിൽ നിന്നാണ് ഈ ഹദീസ്
നിവേദനം ചെയ്യപ്പെട്ടുള്ളത്. ഖാല, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ ഹലഫ ബിഗൈരില്ല, വല്ലവരും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ, അവൻ കാഫിറായി, ഔ അശ്റക്, അല്ലെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു, കുഫർ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു. ഈ ഹദീസ് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്തു. തിർമുദി അതിനെക്കുറിച്ച് ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. ഹാക്കിം ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഇവിടെ എന്താ? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫർ ഔ അശ്റക്, ഷിർക്ക് ചെയ്തു, കുഫർ ചെയ്തു എന്നാണ് ഇവിടെ ഈ അസറിലുള്ളത്. എന്തുകൊണ്ടാണ് കുഫറാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഷിർക്കാകുന്നത്? അത് നമ്മൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസർ മനസ്സിലാക്കിയപ്പോൾ അതിൽ വഹയാത്തി, എൻ്റെ ജീവനാണ് സത്യം, അതേപോലെ തന്നെ വഹയാത്തിക്, നിൻ്റെ ജീവനാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് ഷിർക്കിൻ്റെ ഉദാഹരണമാണ്. എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അത് ഷിർക്കാകണത്? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അത് ഷിർക്കാകുന്നത് സത്യം ചെയ്യപ്പെടാൻ മാത്രം ഒരു മഖ്ലൂഖിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ്. ആദരണീയനായ, ബഹുമാനിക്കാൻ അർഹനായ ഒരു വ്യക്തി അയാളെ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. അതാണ് സത്യം ചെയ്യൽ. ഒരു വ്യക്തിയെ കൊണ്ട് സത്യം ചെയ്തിട്ടൊരു കാര്യം ഉറപ്പിക്കുക. അപ്പോൾ ആദരിച്ച് സത്യം ചെയ്യപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്. ആദരിച്ച്, അല്ലെങ്കിൽ സത്യം ചെയ്യപ്പെടാൻ മാത്രം ആദരിക്കപ്പെടേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ആ ദർജയിലേക്ക്, ആ റുത്തുബയിലേക്ക് ഒരു മഖ്ലൂക്കിനെ ഉയർത്താൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അത് ഷിർക്കാകുന്നത്. കഅബയെ കൊണ്ടായാലും അമാനത്ത് കൊണ്ടായാലും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടായാലും ഏതൊരു മഖ്ലൂക്കിനെ കൊണ്ടായാലും സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള സത്യം അത് ആളെ കുഫറിലാക്കും, ഷിർക്കിലാക്കും. എന്തുകൊണ്ട്? സത്യം ചെയ്യപ്പെടാൻ മാത്രം ആദരവ് നൽകുകയാണ് ആ മഖ്ലൂക്കിന്. ആ ഒരു ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അർഹിക്കുന്ന ആദരവാണ്. അതുകൊണ്ടാണ് ഇപ്രകാരം തിരുമൊഴിയിലുള്ളത്. ജാഹിലിയത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമായിരുന്നു, ഷിർക്കൻ സത്യങ്ങൾ. അതുകൊണ്ടാണ് ചില പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അഫ്ലഹ വ അബീഹ് ഇൻ സദഖ് എന്നൊക്കെ ഹദീസിൻ്റെ ലഫ്ദിൽ കാണാൻ സാധിക്കും. വ അബീഹ് എന്ന പ്രയോഗം, അതിന് പറഞ്ഞ മറുപടി എന്താ? വ അബീഹ്, അഫ്ലഹ അയാൾ വിജയം വരിച്ചു, വ അബീഹ് അയാളുടെ പിതാവാണ് സത്യം. അവിടെ പിതാവാണെന്നുള്ളതിന് ചിലർ പറഞ്ഞു വ റബ്ബി അബീഹ്, അയാളുടെ വാപ്പാൻ്റെ റബ്ബാണ് സത്യം. അപ്പോൾ ഇഷ്കല്ല, അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് അയാൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം കാര്യമൊക്കെ കേട്ട് അയാൾ പറയാണ്, തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇനി ഇതിലേറെ ഒന്നും കൂട്ടൂല കുറക്കൂല, ഈ പറഞ്ഞൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറയാണ് അഫ്ലഹ വ അബി, അയാൾ വിജയം വരിച്ചു. വ അബി എന്ന് പറഞ്ഞാൽ അയാളുടെ പിതാവിൻ്റെ റബ്ബാണ് സത്യം എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചവരുണ്ട്. അതേസമയം അത്തരം സത്യങ്ങൾ ജാഹിലിയത്തിലുണ്ടായിരുന്നു, അത് ഇസ്ലാമിൽ തുടർന്നിരുന്നു. പക്ഷേ ഇസ്ലാമിൽ എന്ത് ചെയ്തു? അത്തരം സത്യങ്ങളെ നസ്ഖ് ചെയ്ത് വിരോധിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, വിരോധിക്കപ്പെടുന്നതിന് മുമ്പുള്ള പ്രയോഗമാണിത് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബീഹ് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, പിതാവാണ് സത്യം എന്ന് പറഞ്ഞാൽ അത്
തുടക്കത്തിൽ അത്തരം പ്രയോഗങ്ങൾ അനുവദനീയമായിരുന്നു, പിന്നീട് അതിനെ വിരോധിക്കുകയും ഈ സത്യം അത് നസ്ഖ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള സത്യം അത് ആളെ കുഫറിലെത്തിക്കും, ഷിർക്കിലെത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുകയാണ്. അത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നതിന് ഉദാഹരണമാണ്. അതാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത അസർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള അസറിൽ പറയുന്നത് ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സ്വാദിഖാ. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഅൻ അഹ്ലിഫ ബില്ലാഹ്, അള്ളാഹുവെ കൊണ്ട് ഞാൻ സത്യം ചെയ്യലാണ്, കാദിബൻ, കളവ് പറയുന്നവനായിട്ട്, അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടകരമായത്, മിൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖൻ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ. അപ്പം എന്താ, ഞാൻ സത്യം പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടകരം കളവ് പറഞ്ഞ് അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യലാണ് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഈ അസർ ഇമാം തബറാനി അദ്ദേഹത്തിന് അൽ മുഅ്ജമുൽ കബീറിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അസർ സഹീഹാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? ഇവിടുത്തെ വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ വാക്കാണ്, മൗഖൂഫാണ്, ഹദീസല്ല, മർഫൂആയ ഹദീസല്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗഖൂഫാണ്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാണ്, കളവ് പറയുന്നവനായിട്ട് ഞാൻ അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യലാണ്, സത്യം പറയുന്നവനായിട്ട് ഞാൻ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടകരം. ഇതെന്താ അറിയിക്കണത്? കളവ് പറയുക എന്നുള്ളത് വൻപാപാണ്. കളവ് പറയുക എന്നുള്ളത് വൻപാപാണ്. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളതോ അത് ഷിർക്കാണ്. അതിൻ്റെ പ്രഥമമായ വിധി ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ സത്യം ആരെക്കൊണ്ടാണ് ചെയ്യുന്നത്? അവർക്കുള്ള ആദരവ് വലിയ ഷിർക്കിലേക്ക് എത്തിക്കും വിധാണ് എങ്കിൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ വലിയ ഷിർക്കാണ്. ഏതായാലും ഇവിടെ കളവ് പറയുക എന്നുള്ളതൊരു തിന്മയാണ്, അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളതൊരു നന്മയാണ്. ആ നന്മയാണ് ഇവിടെ മുന്തിപ്പിച്ചത്. കാരണം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യൽ എന്താണ്? അത് ഷിർക്കാണ്. ഷിർക്കുൻ അസ്ഗർ വൻപാപത്തേക്കാൾ ഗൗരവമേറിയതാണ് എന്നുള്ളതാണ് ഈ അസർ അറിയിക്കുന്നത്. ഷിർക്കുൻ അസ്ഗർ വൻപാപങ്ങളേക്കാൾ ഗൗരവമേറിയ പാപമാണ് എന്നുള്ളതാണ് ഈ അസർ അറിയിക്കുന്നത്. കാരണം എന്താ? അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യലാണ്, കളവ് പറയുന്നവനായിട്ട് അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യലാണ് എനിക്കിഷ്ടം എന്നാണ്. സത്യം പറയുന്നവനായി അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ നോക്കി, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സത്യത്തിനു വേണ്ടി. അപ്പോൾ എന്താ സംഭവിക്കണത്? അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നുള്ള ഷിർക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ കളവ് പറയുന്നവനായിട്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യലാണ്
സത്യം പറയുന്നവനായിട്ട് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വൻപാപത്തേക്കാൾ ഷിർക്കുൻ അസ്ഗർ ഗൗരവമേറിയതാണ് എന്നതാണ് അറിയിക്കുന്നത്. ഇതാണ് ഇവിടെ ഈ അസർ കൊണ്ടുവന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതായ പാഠം. ഇനി അടുത്ത അസർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് ഹുദൈഫയുടെ വാക്കാണ്. അതെന്താ? വാൻ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂലു മാഷാ അല്ലാഹ് വശാ ഫുലാൻ വലാകിൻ ഖൂലു മാഷാ അല്ലാഹു സുമ്മ ശാ ഫുലാൻ. റവാഹു അബൂ ദാവൂദ് ബിസനദിൻ സ്വഹീഹ്. നിങ്ങൾ മാഷാ അല്ലാഹ് വശാ ഫുലാൻ എന്ന് പറയരുത്. അള്ളാഹു ഉദ്ദേശിച്ചത് ഇന്ന വ്യക്തിയും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹു ഉദ്ദേശിച്ചത് പിന്നീട് ഇന്ന വ്യക്തി ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ്. അബൂദാവൂദിൽ നിന്നുള്ള ഹദീസ് സഹീഹായ ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നിന്നുള്ള അസർ, അതിൻ്റെ തഖ്രീജ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖൻ എന്ന് പറഞ്ഞില്ലേ, ആ അസറിൻ്റെ തഖ്രീജ് നമ്മൾ പറഞ്ഞു. ഈ തബ്രാനി മുഅ്ജമുൽ കബീർ റിപ്പോർട്ട് ചെയ്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വേറെയും അതിനെ റിപ്പോർട്ട് ചെയ്ത റാവിമാരുണ്ട്. ഏതായാലും ഇവിടെ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹിൻ്റെ കൽപ്പന എന്താ? മാഷാ അല്ലാഹ് വശാ ഫുലാൻ. ഇത് നമ്മൾ പറയാൻ പാടില്ല. മാഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ എന്ന് പറയാം, അല്ലെങ്കിൽ സുമ്മ ഫുലാനുൻ എന്ന് പറയാം. അതേപോലെ പിന്നെ സുമ്മ ഷാ ഫുലാനുൻ എന്ന് പറയാം. അവിടെ എന്താ നമ്മളെ മുമ്പത്തെ ഭാഗത്ത് പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചത് എന്നിട്ട് വാ വെച്ചിട്ട് ഷാ ഫുലാൻ എന്ന് പറയുമ്പോൾ എന്തായി? തസാവിയായി. മഅ്തൂഫും മഅ്തൂഫുൻ അലൈഹിയും ഒരേപോലെ തുല്യപ്പെടുത്തലായി. തുല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായി? മശീഅത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൽ, അതേപോലെ സൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ തുല്യപ്പെടുത്തലായി. ദറജയിൽ, റുത്തുബയിൽ തുല്യപ്പെടുത്തലായി. അത് ശിർക്കാണ്. അതേസമയം സുമ്മ പ്രയോഗിച്ചാൽ എന്തായി? അള്ളാഹിൻ്റെ റുത്തുബത്ത് മേലെയായി സമ്പൂർണ്ണമായിട്ട്. മഖ്ലൂക്കിൻ്റെ മശീഅത്ത്, ഉദ്ദേശം, അത് പിന്നീടായി താഴെയായി മഖ്ലൂക്കിൻ്റെ പോരായ്മയും അവൻ്റെ ദറജയും അനുസരിച്ച്. അപ്പോൾ അതിലെന്തില്ല? തുല്യപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഷിർക്ക് വരുന്നില്ല. സുമ്മ പ്രയോഗിച്ച് മാഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാനുൻ എന്ന് പറയുമ്പോൾ. ഇതാണിവിടെ ആ അസറിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത അസർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നുള്ള അസറാണ്. ഇബ്രാഹിമുൻ നഖഈയിൽ നിന്നുള്ള അസറിൽ എന്താ ഉള്ളത്? വജാഅൻ ഇബ്രാഹിമുൻ നഖഈ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാണ്, ഇബ്രാഹിമുൻ അൻ നഖഈയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ വന്നത്? അന്നഹു യക്റഹു, അദ്ദേഹം യക്റഹു എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായി കണ്ടിരുന്നു. കാരണം പൂർവികരിലേക്ക് കറാഹത്തിനെ ചേർക്കുമ്പോൾ പിൽക്കാലക്കാർ കറാഹത്ത് പറയുന്നത് പോലെയല്ല മിക്കപ്പോഴും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്തുള്ളവർ ഉദ്ദേശിച്ചിരുന്നത് അതുകൊണ്ട് ഹറാം എന്നുള്ളതാണ്. പിൽക്കാലത്താണ് അതിന് വെറുക്കപ്പെട്ടത് എന്നുള്ള സാങ്കേതിക മാന കൊടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ഉദ്ദേശം അദ്ദേഹം നിഷിദ്ധമായി കണ്ടിരുന്നു. അന്നഹു യക്റഹു എന്ത്? അഊദു ബില്ലാഹി വബിക്, അഊദു ബില്ലാഹി വബിക് എന്ന് പറയുന്നതിന് അദ്ദേഹം നിഷിദ്ധമായി കണ്ടിരുന്നു. കാരണം എന്താ? അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, അഭയം തേടുന്നു, ഇസ്തിആദത്ത് നടത്തുന്നു എന്നാണ്. വബിക്, താങ്കളിലും. അഊദു ബില്ലാഹി വബിക്, അള്ളാഹുവിലും താങ്കളിലും ഞാൻ അഭയം തേടുന്നു. ഇത് നിഷിദ്ധമായി കണ്ടിരുന്നു ആര്? ഇബ്രാഹിമുൻ നഖഈ. അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടുന്നു. അള്ളാഹുവിൽ മാത്രം അഭയം തേടേണ്ട വിഷയമുണ്ട്.
അതിലൊരു മഖ്ലൂക്കിനോട് അഭയം തേടാൻ പാടുള്ളതല്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ മാത്രം അഭയം തേടേണ്ടത്. എന്നാൽ മഖ്ലൂക്കിനോട് അഭയം തേടാവുന്ന വിഷയങ്ങളുണ്ട്, മഖ്ലൂക്കിൻ്റെ കഴിവിൽപ്പെട്ടത്. അത്തരമൊരു വിഷയം ഉടമപ്പെടുത്തി അതിന് കഴിവുള്ള ഒരു വ്യക്തിയുടെ വിഷയത്തിലാണ് പറയുന്നത് എങ്കിൽ അഊദു ബില്ലാഹ് വബിക് എന്ന് പറയാൻ പാടുള്ളതല്ല. അതെന്താ? ഈ പ്രയോഗത്തിൽ തസാവി, തുല്യതപ്പെടുത്തലാണ്. മഖ്ലൂക്കിൻ്റെ കഴിവിൽപ്പെട്ട കാര്യത്തിലാണ് അഭയം തേടുന്നതെങ്കിൽ തന്നെയും അഊദു ബില്ലാഹി വബിക് എന്ന് പറയാൻ പാടുള്ളതല്ല. പിന്നെയോ ഇബ്രാഹിം നഖഈ പറയുന്നത് വയജൂസ് അൻ യഖൂൽ ബില്ലാഹി സുമ്മ ബിക് എന്ന് പറയാം. അഊദു ബില്ലാഹി സുമ്മ ബിക് അങ്ങനെ പറയാം. അതായത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇസ്തിആദത്ത് അല്ലെങ്കിൽ ഇൽതിജ എന്ന് പറഞ്ഞാൽ അഭയത്തേട്ടാണ്. അള്ളാഹുവോട് മാത്രം അഭയം തേടേണ്ട, അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ അള്ളാഹുവെ കൊണ്ട് മാത്രമേ അഭയം തേടാവൂ, അഊദു ബില്ലാഹ് എന്നേ പറയാവൂ. എന്നാൽ പടപ്പുകളോട് അഭയം തേടുന്ന, പടപ്പുകളുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളുണ്ടാകും. അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അഊദു ബില്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടുന്നു, വബിക്, നിന്നിലും അഭയം തേടുന്നു, അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം അത് ഇബ്രാഹിം നഖഈ നിഷിദ്ധമായി കണ്ടിരുന്നു. അത് നിഷിദ്ധം തന്നെയാണ്. കാരണം എന്താ? തസാവിയാണ്, അള്ളാഹുവിനെ തുല്യപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്, അത് പാടുള്ളതല്ല. എന്നാൽ അഊദു ബില്ലാഹി സുമ്മ ബിക് എന്ന് സുമ്മ പിന്നീട് റുതുബയെ താഴ്ത്തി തറാഹി എന്ന ആ ധർമ്മം നിർവഹിക്കുന്ന സുമ്മയെ കൊണ്ടുവന്ന് സുമ്മ ബിക് എന്ന് പ്രയോഗിക്കാം. എപ്പോൾ? പടപ്പിനോട് അഭയം തേടുന്ന വിഷയം പടപ്പിൻ്റെ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടതും അതേപോലെ തന്നെ സൃഷ്ടി ഉടമപ്പെടുത്തിയതുമാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ആണയിട്ട് അല്ലെങ്കിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഖാൽ ഇബ്രാഹിം നഖഈ പറയുമായിരുന്നു, യഖൂൽ ലൗലല്ലാ സുമ്മ ഫുലാനുൻ, ലൗലല്ലാ, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ, സുമ്മ ഫുലാനുൻ, ഇന്ന വ്യക്തിയും, പിന്നീട് ഇന്ന വ്യക്തിയും, അങ്ങനെ പറയാം. ലൗലല്ലാ, അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ, സുമ്മ പിന്നീട് ഫുലാൻ ഇന്ന വ്യക്തി. അവിടെ സുമ്മ പ്രയോഗിച്ചു, അത് തറാഹിക്ക് വേണ്ടിയാണ്. അവിടെ അള്ളാഹുവിൻ്റെ റുതുബയിലേക്ക് ഫുലാനിനെ എന്ത് ചെയ്യില്ല, ഉയർത്തലില്ല. സുമ്മയാകുമ്പോൾ അത് റുതുബ താഴെയാണ്. അതാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത. എന്നാൽ വലാ തഖൂലു, നിങ്ങൾ പറയരുത് ലൗലല്ലാ വ ഫുലാൻ, അള്ളാഹുവും ഇന്ന വ്യക്തിയും ഇല്ലായിരുന്നുവെങ്കിൽ. അവിടെ ഉണ്ടല്ലോ, ആ പ്രയോഗിച്ചിട്ടുള്ളതായ പ്രയോഗം അത് പറയരുത് എന്നാണ് ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉണർത്തുന്നത്. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇബ്രാഹിം നഖഈയുടെ ഈ അസർ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ആ അസറിൽ പറഞ്ഞ ആ ലഫ്ലുകളുടെയൊക്കെ വിശദീകരണം നമ്മൾ മുമ്പത്തെ സഹാബികളിൽ നിന്നുള്ള അസറുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. അത് എന്തുകൊണ്ട് എന്നുള്ളത്, പാടില്ലാത്തത് എന്ത് കൊണ്ട് എന്നുള്ളത്. ഇവിടെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന ആശയം വരുന്ന ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഇവിടെ ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് വലിയ ഷിർക്കിനെയും ചെറിയ ഷിർക്കിനെയും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ വിശ്വാസപരമായിട്ട് ഉണ്ടാകുന്ന ഷിർക്കിനെയും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നു പോകുന്ന വാക്കാലുള്ള ഷിർക്കിനെയും ഒരുപോലെ ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാർ അവിചാരിതമായി അവരുടെ നാവിൽ തുമ്പിൽ നിന്ന് വന്നു പോകുന്നതായ ചില പദപ്രയോഗങ്ങൾ ഈ ആയത്ത് കൈകാര്യം ചെയ്യുന്ന ഷിർക്കിൻ്റെ പരിധിയിൽ വരുതിയിൽ വരുന്നു എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പൂർവ്വസൂരികളിൽ നിന്നുള്ളതായ അസറുകളെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ശ്രമിക്കുകയുണ്ടായത്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു മസ്അല. നമ്മൾ തൗഹീദിനെക്കുറിച്ചും അതേപോലെ തന്നെ ഷിർക്കിനെക്കുറിച്ചുമൊക്കെ വിശദമായി മനസ്സിലാക്കുമ്പോൾ അതിൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതായ ചില വശങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഇത്തരം വാക്കുകളുടെ ഷറഹുകൾ അതേപോലെ തന്നെ പൂർവികരുടെ അനുബന്ധമായിട്ടുള്ളതായ അസറുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.
ഷിർക്കിൻ്റെയും അതേപോലെ തന്നെ കുഫറിൻ്റെയും വിഷയത്തിൽ പിന്നെ വലിയ ഷിർക്ക്, ചെറിയ ഷിർക്ക്, അതേപോലെ തന്നെ ഗോപ്യമായ ഷിർക്ക്, ഗോപ്യമായ കുഫർ തുടങ്ങിയതായ ഈ സാങ്കേതിക ശബ്ദങ്ങൾ അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ ഉദാഹരണങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും അതേപോലെ പിന്നെ ഇത്തരം മസാലകളെ പിന്നെ വിശകലനം ചെയ്ത് ഇത് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതില്ല എങ്കിൽ തെങ്ങിനും കവുങ്ങിനൊക്കെ ഒരു തളപ്പ് എന്ന പോലെ ചെറിയ ഷിർക്കിനും വലിയ ഷിർക്കിനും ഒക്കെ ഒരു വലിയ ഷിർക്കിൻ്റെ ഹുക്കുമ്, അതേപോലെ ചിലപ്പോൾ ചെറിയ ഷിർക്കിന് വലിയ ഷിർക്കിൻ്റെ ഹുക്കുമ്, ചിലപ്പോൾ വലിയ ഷിർക്കിന് ചെറിയ ഷിർക്കിൻ്റെ ഹുക്കുമ്, ഇങ്ങനെയൊക്കെ പിന്നെ ഹുക്കുമുകൾ തെറ്റിപ്പോകുന്ന ഒരു അപകടകരമായ അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ കേരളക്കരയിൽ പിന്നെ വളരെയധികം സംസാര വിഷയമായ സലഫി പ്രവർത്തകർക്കിടയിൽ വലിയ ധ്രുവീകരണം സൃഷ്ടിച്ച വലിയൊരു ഫിത്ന തന്നെ ഉണ്ടായ, സലഫി പ്രസ്ഥാനത്തെ രണ്ടാക്കി മുറിക്കപ്പെടും വിധം പിന്നെ വലിയൊരു സംസാര വിഷയമായ പിന്നെ സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയത്തിൽ പോലും പലരും അടിതെറ്റിയതും അടിപതറിയതും ഈ ഒരു വിശകലനം ഈ ഒരു വിഷയത്തിൽ പിന്നെ അവരിൽ നിന്ന് തെറ്റായി ഉണ്ടായി എന്നുള്ളത് കാരണത്താലാണ്. എപ്പോഴാണ് ഒരു ഷിർക്ക് അതിന് അക്ബർ വലിയ ഷിർക്ക് എന്ന് വിധി പറയുക, എപ്പോഴാണ് ഒരു ഷിർക്ക് അതിന് ചെറിയ ഷിർക്ക് എന്ന് വിധി പറയുക? ചെറിയ ഷിർക്ക് എന്ന് പറയുന്ന ഷിർക്കുൻ അസ്ഗർ എന്നുള്ളതൊന്നുണ്ട്, അതേപോലെ തന്നെ ഷിർക്കുൻ അക്ബർ എന്നുള്ളതുണ്ട്. അതിൻ്റെ എപ്പോഴാണ് ഒരു ഷിർക്കുൻ അക്ബർ എന്ന് പറയുക, എപ്പോഴാണ് അതിന് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുക? ഇങ്ങനെ വേർതിരിച്ചുള്ളതായ വിശദീകരണം മനസ്സിലായിക്കൊണ്ടുള്ളതായ ഒരു പഠനത്തിൻ്റെ പോരായ്മ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർപ്പാണ്. എല്ലാത്തിനും വലിയ ഷിർക്ക് എന്ന വിധി പറഞ്ഞ് വലിയ ഷിർക്ക് എന്ന് വിധി പറയാൻ പാടില്ലാത്ത മസലകളിൽ വരെ ആളുകൾ പിന്നെ സംസാരിക്കുകയും അതേപോലെ തന്നെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അതിൽ പിന്നെ സംസാരിക്കുകയും ചെയ്തത് കാരണത്താലാണ് ഇത്തരം ഒരു അവസ്ഥ സലഫി കേരളത്തിന് സംജാതമായത് എന്നുള്ളത് വേദനാജനകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇസ്തിഖാമത്തും ഹിദായത്തും കനിയുമാറാവട്ടെ എന്നാണ് ഈ തരുണത്തിൽ ദുആ ഇരക്കുവാനുള്ളത്. നമ്മുടെ പൂർവികർ, നമ്മുടെ പണ്ഡിതന്മാർ അഖീദ എങ്ങനെയാണ് വിശദീകരിച്ച് മനസ്സിലാക്കിയത്, ആ ഒരു പാരമ്പര്യത്തിലേക്ക് സച്ചരിതരുടെ റൂട്ടിലേക്ക് നമ്മൾ മടങ്ങാതെ കേവലം ഈ പിന്നെ കാടടച്ചുള്ള വെടി അത് കൂടുതൽ അപകടങ്ങൾ മാത്രമാണ് സമ്മാനിക്കുക എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സത്യദീനിൽ ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.